ഷാഫി പറമ്പലിൻ്റെ മൂക്കിന് സർജറി ചെയ്തപ്പോൾ ഷേവ് ചെയ്തില്ല. ഇത്ര വിവരം കെട്ട CPM-കാരാണോ കേരളത്തിലുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഇത് അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചാൽ അറിയാൻ പാടില്ലേ ഇത് സർജറി ചെയ്യണതിന് മൂക്കിലെ മീശയും താടിയും ഷേവ് ചെയ്യണോ എന്നുള്ളത്? ഏതെങ്കിലും അറിവുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചാൽ പറഞ്ഞു തരില്ലേ? ഇതുപോലെ വിവരം കെട്ട ന്യായവാദങ്ങളുമായിട്ടാണ് കേരളത്തിലെ CPM വരുന്നത്. ഉണ്ടല്ലോ, കോഴിക്കോടുണ്ടല്ലോ. കോഴിക്കോട് നിന്ന് ഉയർന്നു വന്ന സംശയാസ്പദമായ ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കെതിരെ കേസുണ്ടായിരുന്നല്ലോ. ആ കേസുകളൊന്നും പിന്നീട് പുറത്തു വന്നില്ലല്ലോ. ആ സ്ഥാപനങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയാണ് വന്നതെന്നുള്ളതിൽ ഇപ്പോഴും സംശയങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ ബന്ധം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആരുടെ ബിനാമിയാണെന്നുള്ളത് കോഴിക്കോട്ടെ പത്രക്കാരായ നിങ്ങൾക്കറിയില്ലേ? ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്നോ? കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയില്ലേ ആരുടെ ബിനാമിയാണ് ഇയാളെന്നുള്ളത്? അതുകൊണ്ട് ഇയാൾ അധികം വന്ന് അങ്ങ് അഹങ്കാരം കാണിച്ച് KSUക്കാരെ MSFകാരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചാൽ അതിനെങ്ങനെ മറുപടി ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അയാളത് ചെവിയിൽ വിളിക്കൂ. അങ്ങനെ ഒരു വാദഗതി SP-ക്ക് പോലും ഇല്ലല്ലോ. പോലീസ് എതിരായി അക്രമം നടന്നു എന്നുള്ള ഒരു വാദം SP-ക്കില്ല. ഗ്രേവ് ആയിട്ടുള്ളൊരു ഒഫൻസ് എടുത്ത് ഇതേവരെ SP കേസ് പോലും എടുത്തിട്ടില്ല. പിന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ രാഷ്ട്രീയ വാദഗതികളാണ്. അതും ആരും വായിക്കാത്ത ദേശാഭിമാനിയിലാണ്. അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. ഇന്നലെ CPM പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. അതിൽ നിന്നും ഈ UDF പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഒരു വസ്തു തെറിച്ച് വന്ന് പോലീസിന്റെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നത് അത്തരത്തിലൊരു മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, SP അങ്ങനെ ഒരു വാദഗതി ഉണ്ടോ? SP-ക്ക് നേരെ ബോംബെറിഞ്ഞു, ഇപ്പോൾ സ്ഫോടക വസ്തുവാണല്ലോ, ബോംബെറിഞ്ഞു എന്ന് SP-ക്കോ പോലീസിനോ ഈ ദിവസത്തിൽ ഈ നിമിഷം വരെ ഒരു പരാതി ഉണ്ടോ? ബോംബെറിഞ്ഞതിന് ഏതാ കേസെടുക്കുന്നത്? ബോംബെറിഞ്ഞതിന് ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസാണ്. വധശ്രമത്തിന് വേണമെങ്കിൽ കേസെടുക്കാം, 308 കേസെടുക്കാം. അങ്ങനെ ഒരു കേസ് അവിടെ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പോലീസിനില്ലാത്ത ഒരു പരാതിയാണ് കേരളത്തിലെ CPM-നുള്ളത്. അത് CPM-ന്റെ രാഷ്ട്രീയ പരാതിയാണ്. ഇപ്പോൾ CPM-ന് അറിയാലോ ഇവരൊക്കെ എന്തൊക്കെ പൊറാട്ട് നാടകങ്ങളാണ് കാണിക്കുന്നത്. ഷാഫി പറമ്പലിൻ്റെ മൂക്കിന് സർജറി ചെയ്തപ്പോൾ ഷേവ് ചെയ്തില്ല. ഇത്ര വിവരം കെട്ട CPM-കാരാണോ കേരളത്തിലുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഇത് അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചു വെച്ചാൽ അറിയാൻ പാടില്ലേ ഇത് സർജറി ചെയ്യണതിന് മൂക്കിലെ മീശയും താടിയും ഷേവ് ചെയ്യണോ എന്നുള്ളത്? ഏതെങ്കിലും അറിവുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചാൽ പറഞ്ഞു തരില്ലേ? ഇതുപോലെ വിവരം കെട്ട ന്യായവാദങ്ങളുമായിട്ടാണ് കേരളത്തിലെ CPM വരുന്നത്. അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത്.